ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചല്ലേ. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചത് 15 കിലോ മട്ടൺ ബിരിയാണി വെച്ചിട്ടാണ്. അപ്പോൾ വെൽക്കം ടു ആപ്പ് സ്റ്റെപ്സ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ 2024. അപ്പോൾ നമുക്ക് മട്ടൺ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ സവാള നമ്മൾ വറുത്തെടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞ സവാള. പിന്നെ നമ്മുടെ മട്ടൺ നമ്മൾ കുക്കറിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ വറുത്ത സവാളയും അല്ലാണ്ട് അരിഞ്ഞ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലി പേസ്റ്റും, അപ്പോൾ ഇതൊക്കെ പേസ്റ്റായിട്ട് മേടിക്കരുത്, നമ്മൾ വീട്ടിൽ തന്നെ അരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വന്നിട്ട് 5 തൊട്ട് 7 കിലോ വരെയുള്ള മട്ടനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം 2 കിലോയോളം സവാള വേണം. പിന്നെ മല്ലിയില പുതിനയൊക്കെ ഏകദേശം 2 കെട്ട് വേണം കേട്ടോ, മല്ലിയിലയും പുതിനയൊക്കെ. അതിനൊക്കെ നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ബീൻസും ക്യാരറ്റും കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു കളർഫുള്ളൊക്കെ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 കിലോ സവാളയിൽ ഏകദേശം 1 കിലോ സവാളയോളം നമ്മൾ പച്ചയ്ക്കാണ് അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം 1 കിലോ സവാളയോളം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മട്ടണിലേക്ക് നമ്മൾ മല്ലിയിലും പുതിന അരച്ചതും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലി പേസ്റ്റും ഒരു പാക്കറ്റ് തൈരും ഈ സവാള വറുത്തത് പകുതിയെ മട്ടണിലേക്ക് ഇടാവുള്ളൂ, ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ച മട്ടനെ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് ഒരു 30 to 40 മിനിറ്റ്സ് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇതുപോലെ വലിയൊരു അടുപ്പ് വേണം. ചെറിയ അടുപ്പിൽ നമുക്ക് 15 കിലോ മട്ടൺ ബിരിയാണി ഒന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ വലിയൊരു അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. തീ കൂടിപ്പോയി. തീയൊക്കെ കുറച്ചതിന് ശേഷം നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് എൻ്റെ സ്റ്റൈലല്ല, ഇത് ഇത്താൻ്റെ സ്റ്റൈലാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മട്ടൺ ബിരിയാണിയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി, നിങ്ങളുടെ കണക്കിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് ഇത് കുറച്ച് സമയം ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് വഴറ്റും അടുപ്പിൽ വെച്ചിട്ട്. ഓക്കെ, ഓവറായിട്ട് വഴറ്റണ്ട, കാരണം നമ്മുടെ മട്ടൺ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഉള്ളി വറുത്തില്ലേ, ആ ഒരു ഓയിലും കൂടി ഇതിലൊന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ചെമ്പ് വെച്ചു, അതിലേക്ക് നമ്മൾ മട്ടൺ വേവിച്ച സൂപ്പ് ഉണ്ടല്ലോ അതും ഒഴിക്കണം. പിന്നെ നമ്മുടെ അരി വേവാനുള്ള വെള്ളം ഒഴിക്കണം. അപ്പം 1:2 ആണ് അളവെന്നറിയാമല്ലോ. നമ്മൾ കൈമ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ചെറിയ അരി കൊണ്ടുള്ള ബിരിയാണിയാണ്. പിന്നെ നമ്മുടെ മട്ടൺ വഴറ്റി വെച്ചിരിക്കുന്നതിൽ കുറച്ച് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് വയ്ക്കുക. പിന്നെ ഈ വെള്ളത്തിലേക്കും ചെറുനാരങ്ങ പിഴിക്കുക, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇവർ ബിരിയാണി എസൻസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊരു 2 സ്പൂൺസ് ഇടുക. പിന്നെ നമ്മുടെ ക്യാരറ്റും ബീൻസും അതിന് കണക്കൊന്നുമില്ല, നമ്മൾ കുറച്ചിട്ടെന്നേ ഉള്ളൂ. പിന്നെ ഉപ്പ് അത്യാവശ്യത്തിന് ഇടണം കേട്ടോ, സോൾട്ട് വേടുന്ന പോലെ കുറച്ചിട്ടാൽ പോരാ. പിന്നെ 1 കപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിയെല്ലാം കഴുകിയിട്ട് ഇതിലേക്ക് ഇടുക. നമ്മൾ കുതിർക്കൊന്നും വേണ്ട, കൈമ റൈസ് അല്ലേ, പെട്ടെന്ന് വേവും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട്, കണ്ടോ വലിയ വാർപ്പ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വാർപ്പ് കാണുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കുക. അരി നല്ലപോലെ വേവണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇത് തിളച്ചോന്നോ അരി വെന്തോന്നോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം ഈ അരി ഇങ്ങനെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, ചോറ് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ ചൂടിലൊരു 10 മിനിറ്റോ 5 മിനിറ്റോ അങ്ങനെ വെച്ചിട്ട്, വെള്ളം തീരെ ഇല്ലെങ്കിൽ അങ്ങ് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റീമിൽ കിടന്നിട്ട് കൈമ റൈസ് വെന്തോളും. കൈമ റൈസിൻ്റെ ഉള്ളിൽ വേവാനുള്ളൊരു താമസമേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 1:2 തന്നെ ചില സമയം കൈമ റൈസ് കുഴഞ്ഞു പോകും. അരിയുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ 1:2 മാറ്റി 1:1 3/4 ആക്കുന്നതായിരിക്കും നല്ലത്. ദം ചെയ്യാനുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഉള്ളി വറുത്തത്, മല്ലിയില, പുതിന, പിന്നെ അതേപോലെ തന്നെ മൈദമാവ് കുഴച്ചിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റും ഒട്ടിക്കാൻ. ചോറ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ വലിയൊരു ചെമ്പുണ്ട്, അതിലാണ് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നെയ്യ് താഴെ ഇട്ടിട്ട് സവാള വിതറണം. അപ്പോൾ ഈ സവാള വിതറുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദം ചെയ്യുമ്പോൾ അടി പിടിക്കാതിരിക്കാനാണ് ചോറ്. പിന്നെ നമ്മുടെ തീ ഓവറായണ്ടേ, നമ്മളത് താഴെ വെച്ചിട്ട് ദമ്മിൻ്റെ ലെയർ ഇടാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ ലെയർ ചെയ്യുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. ഈ റൈസ് ഇടണം, അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിക്കുക, പിന്നെ ഈ മസാല ഇടുക. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ഒഴിക്കണ്ട കേട്ടോ, ഓവറായിട്ട് കൊളസ്ട്രോൾ കൂടുമെന്ന് തോന്നുന്നവർ നെയ്യ് ആഡ് ചെയ്യണ്ട. പിന്നെ അതേപോലെ മല്ലിയില, പുതിന, പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ആ കിസ്മിസ്, ആ ഐറ്റംസ്, നമ്മൾ വറുത്ത സവാള, അത് മെയിൻ ഐറ്റമാണ്, അതെല്ലാം മേലെ ഇടും. ഓക്കെ, അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ലെയർ ആക്കിയതിന് ശേഷം വറുത്ത നട്ട്സും കിസ്മിസും ഉള്ളി വറുത്തതും കൂടി ഇടണം കേട്ടോ. എനിക്ക് അതിൻ്റെ ആ ഫ്ലേവറും മണവും ടേസ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മല്ലിയിലും പുതിന ഇല്ലാത്ത ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തേയില്ല. ഞാൻ മൈദമാവ് കുഴച്ചു, അത് അത്യാവശ്യം ഫ്ലോപ്പായിപ്പോയി, അതുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ട് ഒട്ടിക്കുന്നത്. വെള്ളം കൂടിപ്പോയി, ഇനി വേറെ മൈദമാവൊന്നുമില്ല. സംഭവം നമുക്ക് ദം ചെയ്യാൻ ടൈമും ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവർ ഒട്ടിക്കുവാണ്. എൻ്റെ മിസ്റ്റേക്കാണ്, സോറി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഒരു
10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങാനും ഇത് അടി പിടിക്കുന്ന ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്തോണം. കാരണം ശ്രദ്ധിച്ചോണം, 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആകുമ്പം ആ സ്മെല്ല് എങ്ങനെയെങ്കിലും മാറുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ദം പൊട്ടിച്ചു, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് കേട്ടോ. വാവ്, നല്ല രസമുണ്ട്. ഈ ക്രിസ്മസ്, ഓണം, ന്യൂ ഇയർ, പെരുന്നാൾ ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടാറില്ല. ഇങ്ങനെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാറില്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ സാലഡും പപ്പടവും അച്ചാറും, അപ്പോൾ ആ ബിരിയാണീൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റാവുള്ളൂ. നമ്മുടെ ഇക്കത് നെല്ലിയൊക്കെ വലിച്ച് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നെല്ലി നിങ്ങൾക്ക് ബിരിയാണിയിലിടുമ്പോൾ ആ ഒരു സൂപ്പി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് വലിച്ച് കഴിക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. നമ്മുടെ കല്യാണിക്കുട്ടി നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ബിരിയാണിയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ ഓരോരുത്തരായിട്ട് സൂപ്പറാണ് ബിരിയാണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരുമിച്ച് കുക്കൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാം. നമ്മൾ എന്തിനാണ് വെറുതെ ഫുഡ് പുറത്തുനിന്ന് മേടിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഈ ആഘോഷവേളകൾ നമ്മൾ ആനന്ദകരമാക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2024. എല്ലാവരും ഈ വർഷം അടിച്ച് പൊളിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.